Good afternoon. Good afternoon, Miss. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തായിരുന്നോ? ഫസ്റ്റ് സ്റ്റേജ് ചെയ്തു. എങ്ങനെയുണ്ട് ചെയ്തിട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റിയോ? മറ്റുള്ളവരും കൂടെ ചോദിക്കുന്ന കേട്ടോ. ഒരാൾ മാത്രമേ ആൻസർ പറയുന്നുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു മറ്റുള്ളവർക്കൊക്കെ? സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ ആകും. സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ ആയിരുന്നോ? ചിലതൊക്കെ. ഓക്കെ. ഇനി മാത്സ്, മലയാളം, ഇംഗ്ലീഷോ ആ 3 വിഭാഗങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു അല്ലെ? ഓക്കെ. നമ്മള് ഇന്ന് ഞാൻ കുറച്ച് PYQ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്റെ PYQ ആണ് കേട്ടോ. അതാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് LDCയുടെ PYQ ആണ്. അതായത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എക്സാമിന്റെ PYQ ആണ്. ജോഗ്രഫി ഏരിയയിലാണ് കേട്ടോ. ഫുള്ളല്ല തരുന്നത്, തെരഞ്ഞെടുത്ത ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ ഓപ്ഷൻ കേട്ടോ. ഫസ്റ്റ്, അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി
സ്ട്രാറ്റോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ ഓപ്ഷൻ, നൈട്രസ് ഓക്സൈഡ് NO2 ഒരു ഹരിതഗൃഹ വാതകമാണ്. നൈട്രസ് ഓക്സൈഡ് N2O കേട്ടോ, ഒരു ഹരിതഗൃഹ വാതകമാണ്. ദെൻ മൂന്നാമത്തേത്, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. ദെൻ നാലാമത്തെ ഓപ്ഷൻ, അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്ഷൻസ് എഴുതാം കേട്ടോ. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഓപ്ഷൻ ബി 1, 3. ഓപ്ഷൻ ബി 1, 3. ഓപ്ഷൻ സി 2, 4. ഓപ്ഷൻ സി 2, 4. ഓപ്ഷൻ ഡി 2, 3. 2, 4 ആണ്. ഏതാണ്? 1, 3 ബി. 1, 3 ആണ് കേട്ടോ. ആൻസർ വരുന്നത് 1, 3 ആണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ അല്ലേ? അതിന്റെ ക്രമം ആരെങ്കിലും ഒന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ. പിന്നെ ഏതാണ് ഞാൻ പറഞ്ഞത്? തെറ്റായ പ്രസ്താവനകളാണല്ലോ അല്ലെ? അപ്പൊ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്, സ്ട്രാറ്റോസ്ഫിയർ അല്ല. ഓക്കെ. ദെൻ അടുത്ത തെറ്റായ പ്രസ്താവന, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആഗ്നേയശിലയാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടുമാണ് എന്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. മറ്റേതെന്താണ്? നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഹരിതഗൃഹ വാതകം എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ അളകനന്ദ, ഭഗീരഥി എന്നീ നദികള് ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് നമ്മൾ പഠിച്ചു. ഓക്കെ ഓക്കെ. ദെൻ അടുത്തത് കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഓപ്ഷൻ എ ബംഗ്വേല പ്രവാഹം. ബംഗ്വേല പ്രവാഹം. ഓപ്ഷൻ ബി കുറോഷിവോ പ്രവാഹം. ഓപ്ഷൻ ബി കുറോഷിവോ പ്രവാഹം. ഓപ്ഷൻ സി ഗൾഫ് സ്ട്രീം. ഓപ്ഷൻ സി ഗൾഫ് സ്ട്രീം. ഓപ്ഷൻ ഡി അബുൾ ഫാസ് പ്രവാഹം. അബുൾ ഫാസ് എന്നും കൂടി പറയുന്നുണ്ട് ചില ടെക്സ്റ്റില്. അബുൾ ഫാസ് എന്നാണ് ഉണ്ടാവുക. അബുൾ ഫാസ് പ്രവാഹം അല്ലെങ്കിൽ അബുൾ ഫാസ് പ്രവാഹം. ഓക്കെ, ഏതാണ്? ബി ആണ് മിസ്സേ. പ്രവാഹം. അന്ന് CRT പഠിപ്പിച്ചിട്ട് അല്ല, ഞാനന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടെക്സ്റ്റുകൾ നമ്മൾ പോയപ്പോ CRT-യിലൂടെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അതുപോലെ ഓരോ പ്രവാഹങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ചാപ്റ്ററില്? ആർക്കും ഓർമ്മയില്ല? ഓക്കെ, സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടൊരു പിക്ചറൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, സമുദ്രജല പ്രവാഹങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എഴുതിക്കൊണ്ടുവരിക. ഏതൊക്കെ മഹാസമുദ്രത്തില് എന്തൊക്കെ സമുദ്രജല പ്രവാഹങ്ങളാണെന്ന് പ്രത്യേകം എടുത്തെഴുതിയിട്ട് വരിക കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിന്റെ വേറൊരു ഇതായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ.
എഴുതിക്കൊണ്ടുവരിക കേട്ടോ. സമുദ്രജല പ്രവാഹങ്ങള് എഴുതിക്കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവും അത്. നിങ്ങൾക്ക് ഓർമ്മയില്ലാണ്ടാണെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ അത്. ഇല്ലില്ല, മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് മുമ്പ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തേത് കേട്ടോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ആദ്യത്തേത്. ഇനി രണ്ടാമത്തത്, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിന്റെ അടുത്ത് കേട്ടോ, മൂന്നാമത്തേത്, ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. നെക്സ്റ്റ്, നാലാമത്തേത്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഓക്കെ, 4 എഴുതിയോ? 1 4. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ വരെ ഇതിനകത്ത്? 1 4. 1 4 അല്ലെ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് അല്ലെ? അത് നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെന്താണ്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് അല്ലെ? പ്രധാനപ്പെട്ട 5 പോഷക നദികളുണ്ട് അല്ലെ? അതിലൊന്നാണ് എന്ത്? സത്ലജ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി 4 പോഷക നദികൾ ഏതൊക്കെയാ അപ്പോ? ചലം, ചിനാബ്, ബിയാസ്. ഓക്കെ. ഗുജറാത്തിന്റെ തലസ്ഥാനം എവിടെയാ? ഗാന്ധിനഗർ. അപ്പൊ അത് തെറ്റാണല്ലേ കൊടുത്തിരിക്കുന്നത്. അഹമ്മദാബാദ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി തമിഴ്നാട്ടില് കൂടംകുളത്ത് എന്ത് നിലയമാണ് സ്ഥിതി ചെയ്യുന്നത്? ആണവോർജ നിലയമാണ് അല്ലെ? ഭൗമ താപോർജ നിലയമല്ല, ആണവോർജ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സൈക്ലോൺ, ഓപ്ഷൻ എ സൈക്ലോൺ, ഓപ്ഷൻ ബി വില്ലി വില്ലീസ്, ഓപ്ഷൻ ബി വില്ലി വില്ലീസ്, ഓപ്ഷൻ സി ടൈഫോൺ, ഓപ്ഷൻ സി ടൈഫോൺ, ഓപ്ഷൻ ഡി ഹരിക്കെയിൻ, ഓപ്ഷൻ ഡി ഹരിക്കെയിൻ. ഏതാണ്? ഹരിക്കെയിൻ ആണ് ഉഷ്ണമേഖല അല്ലെ? അറ്റ്ലാന്റിക് മേഖലയില് അറിയപ്പെടുന്ന ഉഷ്ണമേഖല ചുഴലിക്കാറ്റിന്റെ പേരാണ് ഹരിക്കെയിൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുക്കാം കേട്ടോ. ചുഴലിക്കാറ്റുകൾ ഏതൊക്കെ തരം ആണ്, ഏതൊക്കെ മേഖലയിൽ കാണപ്പെടുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത? നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3. ഓക്കെ, നാഷണൽ വാട്ടർവേ 1 ഗംഗാനദി. ഗംഗാനദിയിൽ അല്ലെ? ഓക്കെ, ഇനി അതെങ്ങനെയാ പറയുന്നത് നമ്മള്? എവിടെ തുടങ്ങി എവിടം വരെയാ? അലഹബാദ് ടു ഹാൽദിയ. രണ്ടാമത്തേതോ? NW2 ആണെങ്കിൽ ബ്രഹ്മപുത്ര.
സാത്വിക ദുബ്രി അല്ലെ, ബ്രഹ്മപുത്ര നദിയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന. ആദ്യത്തേത് കേട്ടോ, ആദ്യത്തേതാണ് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. രണ്ടാമത്തെ എഴുതാം കേട്ടോ. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. മൂന്നാമത്തേത് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇനി അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഓക്കെ, ഏതാ തെറ്റായ പ്രസ്താവന? ഏതാണ് ഇതിനകത്ത്? എന്താണ് തെറ്റായ പ്രസ്താവന? ഏതാ? നാലാമത്തെ പ്രസ്താവന അല്ലെ. അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. മറ്റ് 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് അല്ലെ. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് വർധനവ് സൃഷ്ടിച്ചത്. ഹരിത വിപ്ലവത്തിലൂടെയാണ് അങ്ങനെയുള്ള ഒരു വർധനവ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യ സ്വയം പര്യാപ്തത, സ്വന്തമായിട്ട് കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് മാർക്കറ്റിൽ ഇറക്കാനുമായിട്ട് ഹരിത വിപ്ലവത്തിനെ കൊണ്ട് സഹായിച്ചു. ദെൻ ജലസേചന സൗകര്യങ്ങള്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, രാസവളങ്ങള്, രാസകീടനാശിനികളൊക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അതുമൂലമാണ് ഉൽപാദനത്തില് ഭയങ്കരമായിട്ടുള്ളൊരു വർധനവ് ഉണ്ടാവാൻ കാരണം. ഓക്കെ, പരമ്പരാഗത രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. ഒറ്റ പുതുപ്പിനൊരു ചാട്ടം എന്നുള്ള രീതിയിലാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ എന്തിന്ന് വന്നതായിരുന്നു? നിങ്ങൾ ചെക്ക് ചെയ്തായിരുന്നല്ലോ. എന്തിതായിരുന്നു അത്? LDC വന്നതാണ് കേട്ടോ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഗാദിബോർഡ് LDC 30/7/2024 നടന്ന എക്സാം ആണ്. ഗാദിബോർഡ് LDC. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നോ? ഗാദിബോർഡ് LDC ഇല്ല. ചെയ്തു നോക്കാല്ലേ? തന്നെ എഴുതാൻ അക്ഷരം വിളിച്ച് പറയരുത്, സ്വയം ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ചോദിക്കുമ്പോ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഷിജിൻ വർഗീസേ, കേട്ടോ ഷിജിനെ? ആൻസർ പറയരുത് കേട്ടോ, മിസ് ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം കേട്ടോ. ലിബു ലെക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിബു ലെക്
ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശം. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ് ടിബറ്റ്. ഹിമാചൽ പ്രദേശ് ടിബറ്റ്. ഓപ്ഷൻ സി സിക്കിം ടിബറ്റ്. സിക്കിം ടിബറ്റ്. ഓപ്ഷൻ ഡി ശ്രീനഗർ കാർഗിൽ. ശ്രീനഗർ കാർഗിൽ. ഏതാണ് ആൻസർ വരിക? ഹിമാചൽ പ്രദേശ് ടിബറ്റ്. ഉത്തരാഖണ്ഡ് ടിബറ്റ്. ലിപുലക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഓക്കെ. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് ലിപുലക് ചുരം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. കേട്ടോ. ഓക്കെ. അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേരെന്താ? ഷിപ്കില. ഷിപ്കില. സിക്കിമിനെയും ടിബറ്റിനെയും ആണെങ്കിലോ? സിക്കിമിനെയും ടിബറ്റിനെയും നാദുല. ഓക്കെ. ഇനി ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണെങ്കിലോ? സോജില. ഓക്കെ. കേട്ടോ. അപ്പൊ 4 എണ്ണത്തിനും ആൻസർ കിട്ടി അല്ലെ? ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണെങ്കിൽ ഏതാ വരെ? ലിപുലക്ക് വരും. ഓക്കെ. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണെങ്കിൽ ഷിപ്കില വരും. സിക്കിം ടിബറ്റ് നാദുല. ശ്രീനഗർ കാർഗില് സോജില. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. ഒന്നും കൂടി പറയാട്ടോ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. ഓക്കെ. ഓപ്ഷൻ എ കോണ്ടൂർ ലൈൻ. ഓപ്ഷൻ ബി ഫോം ലൈൻ. ഓപ്ഷൻ സി സ്പോട്ട് ഹൈറ്റ്. ഓപ്ഷൻ ഡി ബെഞ്ച് മാർക്ക്. ഏതാ വരെ ഇതിനകത്ത്? ആൻസർ വരുന്നത് ഏതാ? ഒരു പ്രദേശം, അതൊരു ദുർഘടമായിട്ടുള്ള ഒരു പ്രദേശമാണെങ്കിൽ അതിന്റെ ഉയരം കണക്കാക്കാനായിട്ട് പറ്റുന്നില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ അതിനെ സൂചിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? എന്താ വരുന്നത്? കോണ്ടൂർ ലൈനാണ്. ഇതേതോ കോണ്ടൂർ ലൈൻ ആണോ, ഫോം ലൈൻ ആണോ, സ്പോട്ട് ഹൈറ്റ് ആണോ, ബെഞ്ച് മാർക്ക് ആണോ? ഫോം ലൈൻ ആണ് കേട്ടോ. ഫോം ലൈൻ ആണ് ആൻസർ. എക്കോ ഉണ്ട് അല്ലേ? ഓക്കെ. ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. ഫോം ലൈൻ ആണ് ആൻസർ വരെ. ഓക്കെ. ഫോം ലൈൻ. കോണ്ടൂർ രേഖകളൊക്കെ വേറെയാണ്, നമ്മള് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരാം കേട്ടോ. ഓക്കെ. ഫോം ലൈൻ ആണ് ദുർഘടമായിട്ട് ഒരു സ്ഥലത്തിന്റെ
അളവ് നമുക്ക് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, വിവരം നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് ആ ഒരു തുടർച്ചയില്ലാതെ ആ പ്രദേശത്തിന്റെ രീതി കണക്കാക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ദ ഫോം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം നമ്മുടെ ലേറ്റസ്റ്റ് ആണ് കേട്ടോ. അതായത് 2024, അതായത് ഈ ഒരു വർഷത്തില് ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത്? ഞാൻ ഓപ്ഷൻ പറയാം. ബാർമർ, രാജസ്ഥാൻ. ബാർമർ നമ്മൾ പഠിച്ചു വരുന്ന ഒരു സ്ഥലമാണ് അല്ലെ, ബാർമർ എന്ന് പറയുന്നത് രാജസ്ഥാൻ. ബാർമർ ഇവിടെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ കൊടുത്തിരിക്കുന്നത് ബാർമർ എന്നാണ് കേട്ടോ. ബാർമർ, രാജസ്ഥാൻ. അടുത്തത് ഫലോഡി, രാജസ്ഥാൻ. ഫലോഡി രാജസ്ഥാനിലെ തന്നെ വേറൊരു സ്ഥലമാണ് ഫലോഡി എന്ന് പറയുന്നത്. ഫലോഡി, രാജസ്ഥാൻ. ദെൻ കർഗോൺ, മധ്യപ്രദേശ്. കർഗോൺ, മധ്യപ്രദേശ്. Then last one, Mungeshpur, Delhi. Mungeshpur, Delhi. എന്താ വരിക? ഡി ആണ്. നേരത്തെ ഷിജിൻ പറഞ്ഞ പോലെ തന്നെ ഡൽഹി ആണ്. ഡൽഹിയിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ് അവർ പറയുന്നത്? മുംഗേഷ്പൂർ ആണ്. അവിടെയാണ് ഈ സമയത്ത്, അതായത് ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിലെ മുംഗേഷ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിലോ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണ്. ഇന്ത്യയുടെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് ഡൽഹിയിലാണ്, അത് മുംഗേഷ്പൂരിലാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഓക്കെ, നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ. അപ്പൊ നിംബസ് മേഘങ്ങളെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ജോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതാണ് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉയർന്ന സംവഹന പ്രവാഹ ബലമായി രൂപം കൊള്ളുന്നു. ഉയർന്ന സംവഹന പ്രവാഹ ബലമായി രൂപം കൊള്ളുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. നാലാമത്തേത്, സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, ഏതാണ് ജോഡി നിംബസ് മേഘങ്ങൾ? 2 3. ഏതാ വരിക? അമ്പിളി പറഞ്ഞ അമ്പിളി, ഏതാ കറക്റ്റ് ജോഡി? 2 3 ആണോ? ആരെങ്കിലും ഒരാൾ പറയൂ. 2 3 ആണോ? അല്ല, 2 3 അല്ല. എ ആണോ? എയും ഡിയും. എയും ഡിയും ആണ് കേട്ടോ. എയും ഡിയും ആണ്.
അതായത് താഴ്ന്ന വിതാനത്തില് കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. നമ്മൾ മഴമേഘങ്ങൾ എന്നല്ല അറിയപ്പെടുന്നത്. മഴമേഘങ്ങളാണ്. അതാണ് ഇരുണ്ട മേഘങ്ങൾ അല്ലെ. അതായത് ആ മഴ വരുമ്പോൾ നമുക്കറിയാം, മുകളിലോട്ടൊന്ന് നോക്കിയാൽ മതി, ഇരുണ്ടുകൂടി കറുപ്പ്, അതായത് ബ്ലാക്ക് കളറില് മേഘങ്ങള്, അതായത് ഭയങ്കര ബ്ലാക്ക് അല്ല, എന്നാലും ഇരുണ്ട കളറിലൊരു എന്താ പറയാ മേഘങ്ങൾ കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ മേഘങ്ങളാണ് എന്ത് നിംബസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ സൂര്യപ്രകാശം കടത്തിവിടില്ല. മഴ കൂടി, അതായത് മഴ പെയ്യാറായിട്ട് നിൽക്കുമ്പോൾ എന്താണ്, സൂര്യപ്രകാശത്തെ കടത്തിവിടില്ലല്ലോ, സൂര്യൻ മങ്ങൂലേ. അപ്പോ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത മേഘങ്ങളാണെന്ത് ഈ നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ കേട്ടോ. അപ്പോ ആദ്യത്തെ പ്രസ്താവന, അതായത് താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ശരിയായിട്ടുള്ളത് കേട്ടോ നിംബസ് മേഘങ്ങളെ കുറിച്ച്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. മിസ്സേ, ആ മറ്റുള്ള മേഘങ്ങളിലെ സീറസും സ്റ്റാറ്റസും ക്യൂമറസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ. അപ്പൊ അതിന്റെ കൂടി ഒന്ന് മിസ് പറഞ്ഞുതരുമോ ഇപ്പൊ? ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് കണക്റ്റഡ് ഫാക്ടറി ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടില്ലല്ലോ, മേഘങ്ങൾ എടുത്തിട്ടില്ലല്ലോ, അതാണ് പറഞ്ഞു പോവാത്തത് കേട്ടോ. പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തേത് കേട്ടോ, ഫസ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. ദെൻ മൂന്നാമത്തേത്, നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. ദെൻ നാലാമത്തത്, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. ഞാൻ ഓപ്ഷൻ എഴുതാം കേട്ടോ. ഓപ്ഷൻ എ 1, 3. ഓപ്ഷൻ ബി 2, 4. ഓപ്ഷൻ സി 1, 2. ഓപ്ഷൻ ഡി 4. ഏതാണ് കറക്റ്റ്? 1, 2. ഓപ്ഷൻ സി 1, 2 അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ആദ്യത്തേത് ഏതാണ്? എവറസ്റ്റ്. മൗണ്ട് കേറ്റു. മൂന്നാമത്തേത് കാഞ്ചൻജംഗ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുതെന്ന വ്യവസ്ഥയുടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്ന കൊടുമുടി. ഓക്കെ. ഇനി നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് എവറസ്റ്റ്.
ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര അന്നപൂർണ. അന്നപൂർണ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആ. ക്ലിയർ ആയി. അടുത്തത് കേട്ടോ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഇതിനകത്ത് ഡാം എന്ന് എഴുതുക, അതിന് നേരെ സംസ്ഥാനം എന്ന് എഴുതുക, ദെൻ നദി എന്ന് എഴുതുക കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ട് നമുക്ക് താഴേക്ക്. അപ്പൊ ഹെഡിങ് കൊടുക്കുക, ഡാം എന്ന് കൊടുക്കുക ആദ്യം, അതിനുശേഷം അതായത് ആ ഒരു നിരയിൽ തന്നെ സംസ്ഥാനം എന്ന് കൊടുക്കുക, അതിന്റെ നേരെ തന്നെ നദി എന്ന് കൂടി കൊടുക്കുക. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ശരിയായവ കണ്ടെത്തണം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കണം. ഓക്കെ, ആദ്യത്തെ കേട്ടോ എ ആണ് പറയാൻ പോകുന്നത്. എ, ഡാമിന്റെ താഴെയിട്ട് എഴുതാം ദുൽഹസ്തി ഡാം. ദുൽഹസ്തി ഡാം. സംസ്ഥാനത്തിന്റെ താഴെ ദുൽഹസ്തി ഡാമിന്റെ നേരെയായിട്ട് എഴുതാം ഹിമാചൽ പ്രദേശ്. ദെൻ അതിന്റെ നേരെ തന്നെ നദിയുടെ താഴെയായിട്ട് എഴുതാം ചിനാബ്. ഓക്കെ, അപ്പോ ഡാമിന്റെ അവിടെ ദുൽഹസ്തി ഡാം എഴുതാം, സംസ്ഥാനത്തിന്റെ അവിടെ ഹിമാചൽ പ്രദേശ് എഴുതാം, നദിയുടെ അവിടെ ചിനാബ് എഴുതാം. ഓക്കെ, ദെൻ ബി ഡാം. ബി, അൽമാട്ടി ഡാം. അൽമാട്ടി ഡാം ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ ഓർഡറിൽ എഴുതി പോവുക. അൽമാട്ടി ഡാം, സംസ്ഥാനം കർണാടക, നദി കൃഷ്ണ. നദി കൃഷ്ണ. ദെൻ അടുത്തത് സി ഓപ്ഷൻ, സർദാർ സരോവർ ഡാം. സർദാർ സരോവർ, സംസ്ഥാനം രാജസ്ഥാൻ, നദി താപ്തി. ഇനി അടുത്തത് ഡി ഓപ്ഷനിൽ വരുന്നത് ശ്രീശൈലം ഡാം. ശ്രീശൈലം, സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, നദി ഗോദാവരി. നദി ഗോദാവരി. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ശരിയായ ജോഡി ഏതാ ഇതിനകത്ത്? ജോഡി ഏതാ കറക്റ്റ് ആയിട്ടുള്ള? ഇത്രയും പേരുകൾ പറഞ്ഞില്ലേ? ബിയും ഡി ആണോ മിസ്? ഒരു ജോഡിയുള്ളൂ, ഒരു ജോഡി. ബി ഡി. ബി ആണ് കേട്ടോ. അൽമാട്ടി ഡാം, കർണാടക, കൃഷ്ണ നദി. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ദുൽഹസ്തി എവിടെയാണ്? ഏത് സംസ്ഥാന ദുൽഹസ്തി? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ആണ് കേട്ടോ. ദുൽഹസ്തി ജമ്മു കാശ്മീർ ആണ്. ഓക്കെ, അൽമാട്ടിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സർദാർ സരോവറോ? ഗുജറാത്ത്. ഗുജറാത്ത് ആണ്. നദിയോ? നർമ്മദ. നർമ്മദ. അപ്പൊ അത് തെറ്റല്ലേ? ഓക്കെ, അടുത്തത് ശ്രീശൈലം. ആന്ധ്രാപ്രദേശാണ്. നദിയാണെങ്കിലോ? നദിയോ? ശ്രീശൈലം നദി ഏതാ? കൃഷ്ണ നദിയാണ് കേട്ടോ. കൃഷ്ണ നദി. ഓക്കെ, ക്ലിയർ ആയോ? ദുൽഹസ്തി ഡാം ഏത് നദിയാന്ന് മിസ്സേ? ദുൽഹസ്തി ഒന്ന് നോക്കണം, എനിക്ക് അത് കറക്റ്റ് ആണോന്ന് ഡൗട്ട് ഉണ്ട്. കാരണം ജമ്മു കാശ്മീരിലാണ് സിന്ധുവിന്റെ പോഷക നദികൾ ഒഴുകുന്നതാണ് അവിടെ കൂടി. അത് നോക്കണം, ചിനാബില് തന്നെയാണോ ദുൽഹസ്തി വരുന്നതെന്ന് കേട്ടോ. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എഴുതാം.
മതിയായോ? എഴുതി മതിയായോ? കൈയഴിച്ചോ? ഇല്ല. ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഓക്കെ. ഓപ്ഷൻ എ ബസുമതി ഒഴികെയുള്ള അരി, സമുദ്രോൽപ്പന്നങ്ങൾ, പഞ്ചസാര. അതാണ് ആദ്യത്തെ ഓപ്ഷൻ കേട്ടോ. ബസുമതി ഒഴികെയുള്ള അരി, സമുദ്രോൽപ്പന്നങ്ങൾ, പഞ്ചസാര. ഇനി ബി ഓപ്ഷൻ. ബി ആണ് പറയാൻ പോകുന്നത്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസുമതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ഇനി സി ആണ്. പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ, ബസുമതി ഒഴികെയുള്ള അരി. ഇനി ഓപ്ഷൻ ഡി. ബസുമതി ഒഴികെയുള്ള അരി, പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ. ഓക്കെ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലേ? ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയാണ് കേട്ടോ. അതായത് വിദേശ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ക്രമത്തില് ഏതാണ് ആദ്യം നിൽക്കുന്നത്? ആദ്യം വരുന്നത് സമുദ്രോൽപ്പന്നങ്ങളാണ് അല്ലെ? നമ്മുടെ ഫിഷ്, അതുപോലെ പ്രോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. അതാണ് ആദ്യം. അതായത് ഏറ്റവും കൂടുതൽ വിദേശികൾക്ക് പ്രിയങ്കരം നമ്മുടെ സീ ഫുഡ്സിനെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കയറ്റുമതിയിൽ ആദ്യം നിൽക്കുന്നത് സമുദ്രോൽപ്പന്നങ്ങളാണ്. ദെൻ ബസുമതി ഒഴികെയുള്ള അരി, അതായത് ബസുമതി റൈസ് അരിയുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ അതൊഴിച്ച് ബാക്കിയുള്ള അരികളാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. ബസുമതി വരുന്നില്ല കേട്ടോ, കയറ്റുമതിയിൽ വരുന്നില്ല. ഓക്കെ. ദെൻ പഞ്ചസാര പിന്നീട് വരുന്നതാണ് പഞ്ചസാര. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ, ഹരിത വിപ്ലവം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹരിത വിപ്ലവം എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. രണ്ടാമത്തേത് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഓപ്ഷൻ സി കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു. കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു. ഓപ്ഷൻ ഡി തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഓപ്ഷൻ ഡി തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി. ഡി. ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ് അല്ലെ?
ഇത്രയും കാര്യങ്ങൾ കാർഷികോൽപാദനത്തിൽ മുൻപന്തിയിൽ വരുമ്പോൾ സാധാരണയായിട്ട് എന്ത് വരും? തൊഴിൽ ലഭ്യത കൂടുതലാണ് ഉണ്ടാവുക, ധാരാളം ആളുകൾക്ക് തൊഴിൽ കിട്ടും അല്ലെ? ഓക്കെ, അപ്പോ തൊഴിൽ ലഭ്യത കുറഞ്ഞു, അതാണ് തെറ്റായ പ്രസ്താവന. Then അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഈ ഒരു ഖാദി ബോർഡ് LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ദെൻ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഫീൽഡ് വർക്കർ എക്സാമിന്റെ, അതായത് ഈ കഴിഞ്ഞ ആ ഡേറ്റിൽ തന്നെ നടന്ന ഫീൽഡ് വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഫീൽഡ് വർക്കറിന്റെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. രണ്ടാമത്തേത്, കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി പറഞ്ഞു നിങ്ങള് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? എ ബി അല്ലേ? കേരളത്തിലൂടെ ദേശീയ ജലപാത 3 അല്ലെ, കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ 3 ആണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഇത് കടന്നു പോകുന്നത്. മൂന്നാമത്തേതാണ് തെറ്റായിട്ട് വരുന്നത്, കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലൂടെയല്ല പടിഞ്ഞാറൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നാലാമത്തത് കേട്ടോ, 680 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. 680 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. ഏതാണ് തെറ്റായ പ്രസ്താവന? ആണല്ലേ? നമ്മൾ പറഞ്ഞു 580 കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യം നമ്മുടെ. അതുപോലെ തന്നെ തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ് പാലക്കാട്. മറ്റ് ജില്ലകളൊന്ന് പറഞ്ഞേ നിങ്ങൾ, തീരപ്രദേശം ഇല്ലാത്ത. കോട്ടയം, വയനാട്, ആ, ഇടുക്കി, അഞ്ചെണ്ണം ഇല്ലേ? എത്ര എണ്ണം ഉണ്ടാക്കി? വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പിന്നെ ഏതാ? പത്തനംതിട്ട കേട്ടോ. 5 എണ്ണം കേട്ടോ. ഓക്കെ,
ഇതിനടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന? മലനാടിനെ കുറിച്ച് എയും ബി ആണോ? എയും ബിയും ആണ്. ഒന്ന് കേട്ടോ. സുഗന്ധവിളകൾക്ക് അനുയോജ്യമാണ്. ഇപ്പൊ നമ്മുടെ വയനാട് അല്ലെ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. ധാരാളം സുഗന്ധവിളകളുണ്ട് അല്ലെ. കാപ്പി, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവിളകൾ ധാരാളമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണത് ഈ ഒരു പ്രദേശം. അതുപോലെ തന്നെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അവിടെ എന്തില്ല? താപനില ഇല്ല. കാരണം അവിടെ തണുപ്പാണ് കൂടുതലുള്ളത്. നമുക്കറിയാം വയനാട് മണ്ണിടിച്ചിലൊക്കെ കഴിഞ്ഞപ്പോ അവിടെ കൂടുതൽ ആളുകൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഡ്രസ്സ് ആവശ്യമാണ്. അതിന് പുറമെ ബ്ലാങ്കറ്റുകൾ, കാരണം ഭയങ്കരമായ തണുപ്പുണ്ട്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ ആ ഒരു ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഏതാണ് ആൻസർ വരിക? ബിയും സിയും. ആ, ശരിയായ പ്രസ്താവന അല്ലെ. ബിയും സിയും ആണ്. ഏറ്റവും വലിയ നദി ഏതാ കേരളത്തിലെ? പെരിയാർ. എത്ര കിലോമീറ്റർ ഉണ്ട്? ആ, ഓക്കെ. ഭാരതപ്പുഴയ്ക്ക് എത്രയാണുള്ളത്? 209. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ. ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ. ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ സി കഠിനംകുളം കായൽ. ഓപ്ഷൻ സി കഠിനംകുളം കായൽ. ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായൽ. ഓപ്ഷൻ ഡി ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ട കായൽ. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ
കേരളത്തിലെ ആദ്യത്തെ ഓപ്ഷൻ അല്ല പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തേത് സ്റ്റേറ്റ്മെന്റ്, പമ്പാ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. പമ്പാ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത്? ഓപ്ഷൻ സി. മൂന്നാമത്തെ. ഏത് നദിയിലാണ് മുതിരമ്പുഴ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന് കേട്ടോ. ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഓപ്ഷൻ ബി, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ ബി, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ സി, ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഓപ്ഷൻ പറയാട്ടോ ഞാൻ. ഓക്കെ. ഓപ്ഷൻ എ 1, 2. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 1. ഓപ്ഷൻ ഡി 3. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ. 2. അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. വർഷം എന്നാണ്? വർഷം ഇരവികുളം 1978 കേട്ടോ. സൈലന്റ് വാലി ആണെങ്കിൽ 1984. ഓക്കെ, ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് സൈലന്റ് വാലി വരുന്നത്. ഓക്കെ അല്ല, 6 വർഷം കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് 1978 ഇരവികുളം വരുന്നത് കേട്ടോ. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണല്ലേ. എന്താണ് അവിടെ സംരക്ഷിക്കുന്നത്? സിംഹവാലൻ കുരങ്ങിനെ സിംഹവാലൻ കുരങ്ങാണല്ലേ. ഇരവികുളത്ത് സംരക്ഷിക്കുന്നത് വരയാടുകളെയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഏതാണ്? ഇടുക്കിയാണ്. ആയിരുന്നു, ഇപ്പൊ അതല്ല, ഇടുക്കിയാണ് കേട്ടോ. എറണാകുളത്തിന്റെ ചില പ്രദേശങ്ങളും കൂടി ഇടുക്കിയിലോട്ട് ചേർത്തതോടു കൂടിയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ. ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയം. ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയം. ഓപ്ഷൻ ബി ഹിമാലയം. ഓപ്ഷൻ സി കിഴക്കൻ കുന്നുകൾ. ഓപ്ഷൻ ഡി ആരവല്ലി. അല്ലേ? നമ്മ കഴിഞ്ഞ ക്ലാസ്സിലും കൂടി പഠിച്ചതാണ്. ഉത്തരപർവ്വത മേഖലയിൽ വരുന്നതാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ആരവല്ലി വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ, ഉത്തരപർവ്വത മേഖലയിൽ അല്ലാത്ത. ഓക്കെ. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഇനിയും ഉണ്ട് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകളിൽ തരുന്നതായിരിക്കും കേട്ടോ. ടോപ്പിക്കിന്റെ കൂടെ തന്നെ എടുത്തു പോകാം.
ഇതിപ്പോ തന്നതാണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഈ 3 പരീക്ഷകളും ഈ അടുത്ത് നടന്നതാണ് കേട്ടോ. അപ്പൊ ഒന്ന് ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫീൽഡ് വർക്കറും LDC ഖാദി ബോർഡ് LDCയും അത്ര പ്രശ്നമില്ല. നമ്മുടെ മെയിൻ LDC ഇത്തിരി പ്രോബ്ലം ആണ്. അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്തിനു വരിക, LDCയിൽ വരിക. ഓക്കെ, CRT മസ്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. CRT നമുക്ക് കവർ ചെയ്ത് പോവാട്ടോ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Yes.